ജോളിയാൻറ്റി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത് ട്രഡീഷണൽ കേക്കാണ്. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വേറൊരു കാര്യം പറഞ്ഞത്, മോനെ ഗസ്റ്റുകൾ വരികയാണെങ്കിൽ ആൻറ്റിക്ക് ഇച്ചിരിയൊക്കെ ഒരു ഇതാണെന്ന്. എന്നിട്ട് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിപ്പോവും. ഗസ്റ്റ് ഇല്ലാതെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അങ്കിൾ ഉള്ള സമയത്ത് പറയുമെന്ന്. ജോളി, നീ ഉണ്ടാക്കുന്ന സാധനം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാണ്, ഗസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഉഷാറാണ്. അപ്പൊ എന്നെ ഗസ്റ്റ് ആയിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് കിടിലുമാണ്, എന്റെ മോനായിട്ടാ കരുതിയേക്കുന്നത്. അപ്പൊ എന്തായാലും ശരിക്കുള്ള എല്ലാ സീക്രട്ടും ഞാൻ ഇന്ന് അടിച്ചെടുത്തിട്ടേ പോവുള്ളൂ. മൈദ 300 ഗ്രാം, പഞ്ചസാര 300 ഗ്രാം എടുത്ത് പൊടിച്ചത്, ഇത് സോൾട്ട് ഇല്ലാത്ത ബട്ടർ 300 ഗ്രാം, മുട്ട 300 ഗ്രാം, പിന്നെ ഓറഞ്ച് ജ്യൂസ് 1 കപ്പ്. അപ്പോൾ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ്. പിന്നെ ഇത് പഞ്ചസാര കരിച്ചത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു 50 ഗ്രാം പഞ്ചസാര അടി കട്ടിയുള്ള പാത്രത്തിൽ, ബി വെരി കെയർഫുൾ, 50 ഗ്രാം പഞ്ചസാര അടി കട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് ഉരുകിയിട്ട് ഒരു കറുപ്പ് കളറിൽ വരും. നല്ല കറുപ്പ് വരുമ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവൂ. അതെ, നല്ല കറുപ്പായിട്ട് വരുന്ന സമയത്ത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ കളറിൽ വരും. ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് ബേക്കറിയിൽ ഈ കളറിൽ തന്നെ വാങ്ങാൻ കിട്ടും. ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പപ്പായയാണ് അല്ലേ? പപ്പായ ചെറിയും കിട്ടും, ചെറി. പിന്നെ ഇത് കാഷ്യൂനട്ട് ചെറുതായിട്ട് നോക്കിയത്. ഇത് തലേദിവസം തന്നെ, കുരുവില്ലാത്ത കറുത്ത മുന്തിരി തലേദിവസം തന്നെ 3 സ്പൂൺ ബ്രാൻഡിയിലിട്ട് വെച്ചതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫിറ്റാകത്തില്ല. പിന്നെ ഇത് നാരങ്ങ, ചെറുനാരങ്ങയുടെ നീര്. ഇത് പിന്നെ കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ ജാതിക്ക, ഇതെല്ലാം കൂടെ പൊടിച്ച പൊടിയാ. പിന്നെ ജീരകം ഉണ്ടല്ലേ? ഇത് കേക്ക് ജീരകം എന്ന് പറയും. കേക്ക് ജീരകം സ്പെഷ്യൽ ജീരകമാണ്. കേക്കിന്റെ ഒരു ടേസ്റ്റ് ഫ്ലേവർ വരും കേക്ക് ജീരകം. ഓറഞ്ചിന്റെ തൊലി പൊടിച്ചെടുത്തേക്കുന്നത് ചിരണ്ടി. ഇത് ഫ്രഷ് ഓറഞ്ചിന്റെ തൊലിയാണ്, അല്ല ഉണങ്ങിയ ഓറഞ്ചിന്റെ തൊലി പൊടിച്ചെടുത്തും. പിന്നെ ഇത് വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, മൈദ 300 ഗ്രാം, പഞ്ചസാര പൊടിച്ചത് 300 ഗ്രാം, ഉപ്പില്ലാത്ത ബട്ടർ 300 ഗ്രാം, പിന്നെ 6 മുട്ട. 6 മുട്ട എന്ന് പറയുന്നത് ഏകദേശം 300 ഗ്രാം. ഇതിപ്പം 200 ഗ്രാം എടുക്കുവാണെങ്കിൽ എല്ലാം 200 എടുത്താൽ മതി. 250 എടുക്കുവാണെങ്കിൽ എല്ലാം 250. അതതിന്റെ റേഷ്യോ എല്ലാം 1:1:1:1 റേഷ്യോയിലാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, മെയിൻ ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓപ്ഷണലാണ്, അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് മനോധർമ്മം പോലെ ചെയ്യുക. പഞ്ചസാരയും ബട്ടർ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ആക്കണം. വെള്ളയും ഉണ്ണിയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ആദ്യം വെള്ളക്കരുവാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. സ്വന്തമായിട്ടാണ് കേക്കും വൈനും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. വൈൻ ഇരിപ്പുണ്ടോ? ഉണ്ട്. പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വൈനും കട്ട്ലേറ്റും ഒക്കെ തന്നേ വിടത്തുള്ളൂ. അതാണ്. വെള്ളക്കരു നന്നായിട്ട് അടിച്ച് പതിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ പത കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വെള്ളക്കരു ഇതിലേക്ക് ഒഴിക്കാം. നല്ല ലൂസായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എന്താ ചേർക്കുന്നത്? ഇതിനകത്ത് മൈദക്കകത്ത് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കണം. ശരി, കേക്ക് പൊങ്ങി വരാനായിട്ട് അല്ലേ? ഇനി ഇതിനകത്ത് ചേർക്കേണ്ട സാധനം മൈദയാണ്. അപ്പോൾ അതിനകത്തൊരു സൂത്രപ്പണിയുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ മൈദയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഈ ബേക്കിംഗ് പൗഡറിൻ്റെ തരികൾ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. കുറേശ്ശെ തൂവി ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാതെ. മുട്ടയുടെ മഞ്ഞക്കരുവും കൂടെ സെപ്പറേറ്റ് ആയിട്ട് അടിച്ച് അത് നന്നായിട്ട് ഇനി ഇതും മിക്സ് ചെയ്തെടുക്കണം. അത് ഞാൻ പഠിപ്പിച്ചേ, സൈഡിൽ നിന്ന് എടുത്ത്. അതെ, അപ്പൊ മുഴുവൻ മിക്സ് ആവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇത് പഞ്ചസാര കരിച്ചത് ഇളക്കിക്കോ. ഒരു കളറ്. ഇതിന്റെ കളർ, കേക്കിന്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, സെപ്പറേറ്റ് കളറൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇപ്പൊ
ഇപ്പോൾ 5 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചത്. അത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കളർ കണ്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് മാത്രമല്ല, ഇത് ഒഴിച്ചപ്പോഴത്തേക്ക് മുമ്പ് നമ്മൾ ഈ മറ്റേ കാരാമിൽക്ക് ചോക്ലേറ്റ് അതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി രുചിയും മണവും സോഫ്റ്റും ഒക്കെ ആകാൻ വേണ്ടിയുള്ളതാണ് ഓറഞ്ച് നീര്. എത്ര സ്പൂണാണ്? ഒരു 1/2 കപ്പ് 3/4 കപ്പ് ഒഴിക്കാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ ലൂസിൻ്റെ അനുസരിച്ച് വേണം. ഇത് കുറച്ചുകൂടെ ലൂസ് ചെയ്യണേ, ഇച്ചിരി ഏറെ അങ്ങ് ഒഴിക്കാം. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓറഞ്ച് നീര് വെള്ളം ഒന്നും ചേർക്കാത്ത നീര് ശരിക്കുള്ള. ഓക്കെ, അപ്പോൾ ബാക്കി എവിടെ വെച്ചേക്കണേ കുടിക്കാൻ. പിന്നെ 1 സ്പൂൺ നാരങ്ങ നീര്. അപ്പോൾ 1/2 കപ്പ് ഓറഞ്ച് നീര്, 1 സ്പൂൺ നാരങ്ങ നീരും ഓറഞ്ച് നീരും എടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൻ്റെ അല്ലി കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. വാനില എസൻസ്, പിന്നെ ഓറഞ്ചിന്റെ തൊലി പൊടിച്ചത് 1 ടീസ്പൂൺ. ഇത് ഉണക്ക ഓറഞ്ചിന്റെ തൊലി പൊടിച്ച് വെച്ചതായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പച്ച ഓറഞ്ച് ചെറുതായിട്ട് ഒന്ന് മിക്സിയിലെടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ. അത് അകത്തെ വെളുത്തത് വരല്ല കൈക്ക്, മേളത്തെ ആ മഞ്ഞ മാത്രം എടുത്ത് മിക്സിയിൽ ഒന്ന് ഇതാക്കി തരുതരുമായിട്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക അതെല്ലാം പൊടിച്ചതായത് 1 ടീസ്പൂൺ. 1-1.5 വേണം. ഇനി നമ്മുടെ കേക്ക് ജീരകം അത് 1 സ്പൂൺ. അപ്പം ഇനി മൈദപ്പൊടി ഇട്ടിട്ട് ഈ ടൂട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് ചെറുതായിട്ട് ഈ മൈദപ്പൊടി ഒന്ന് അതിനകത്ത് ഒന്ന് മുകളിലൊന്ന് വിതറിയെടുക്കണം, അത്രേ ഉള്ളൂ. ടൂട്ടി ഫ്രൂട്ടിയുടെയും പിന്നെ മുന്തിരിയുടെയും നനവ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ മൈദപ്പൊടി ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങ് അടിയിൽ പോകും. ഇത് കേക്കിൻ്റെ ട്രേ ആണ്, കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ്. ഇത് ഏത് ഷേപ്പിലുള്ള ട്രേ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കേക്ക് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ ബാക്കിയുള്ള ഷേപ്പ് പിന്നെ ഓവനകത്ത് ഇരുന്നിട്ട് അതങ്ങ് ഷേപ്പ് ആയിക്കോളും. അപ്പോൾ ഇതിനി ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ മൈക്രോവേവ് ഓവൻ ഉള്ളവർക്കും അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവൻ ഉള്ളവർക്കും ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ പിന്നെ എത്ര ചൂടിലാണ് വെക്കേണ്ടത്, എത്ര സമയം സമയവും ഡിഗ്രി എല്ലാം പലതായിട്ട് വരും. സാധാരണ ഒരു 1.5 കിലോ ഒക്കെ എടുത്താൽ ഉദ്ദേശം ഒരു 30 മിനിറ്റ് 30-45 മിനിറ്റ്. എത്ര ഫാരൻഹീറ്റ് വെക്കണം? 370 ഫാരൻഹീറ്റ്. അപ്പോൾ 370 ഡിഗ്രി ഫാരൻഹീറ്റിൽ 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് റെഡി. ആൻറ്റി പറഞ്ഞ വാക്ക് പാലിച്ചു. ക്രിസ്മസ് ആയതുകൊണ്ട് വൈനും കട്ട്ലറ്റും കേക്കും ഇത് നമ്മൾ സ്വന്തം കയ്യാലുണ്ടാക്കിയെടുത്ത, ഇത് ആൻറ്റിയുടെ സ്വന്തം കയ്യാലുണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. ഇത് നമ്മൾ സ്വന്തം കയ്യാലുണ്ടാക്കിയെടുത്ത കേക്കാണ്. അപ്പോൾ ഇതാണ് ആൻറ്റിയുടെ മോൻ. ഈ ജഡ്ജസ് ആണ് ശരിക്കും ആൻറ്റിയെ കുക്കാക്കിയതെന്നാണ് പറഞ്ഞത്. പേര് ജെറി. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരിൽ. എന്തായാലും ക്രിസ്മസ് ട്രീറ്റ് ഗംഭീരമായി.